ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കാരായ സൗദി അറേബ്യ സെപ്റ്റംബറിൽ ചൈനയിലേക്കുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതി ഗണ്യമായി കുറയ്ക്കാൻ ഒരുങ്ങുന്നു. ഓഗസ്റ്റിൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന കയറ്റുമതി രേഖപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ അപ്രതീക്ഷിതമായ തീരുമാനം. സൗദി അറേബ്യയുടെ പൊതുമേഖല എണ്ണക്കമ്പനിയായ സൗദി അരാംകോ ഔദ്യോഗിക വിൽപ്പന വില വർദ്ധിപ്പിച്ചതാണ് ഈ സാഹചര്യത്തിന് പ്രധാന കാരണം. ഈ നീക്കം ആഗോള എണ്ണ വിപണിയെയും പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നതും ശ്രദ്ധേയമാണ്. ഓഗസ്റ്റിൽ പ്രതിദിനം 16.5 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്ത സൗദി അറേബ്യ സെപ്റ്റംബറിൽ ഇത് ഏകദേശം 14.3 ലക്ഷം ബാരലായി കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ദിവസേന ഏകദേശം 2.2 ലക്ഷം ബാരലിന്റെ കുറവുമാണ്. സൗദി അറേബ്യയുടെ ഈ തീരുമാനം പെട്ടെന്നുള്ളതല്ല, മറിച്ച് അവരുടെ എണ്ണ നയങ്ങളിലെ ഒരു തന്ത്രപരമായ നീക്കമാണ്. സൗദി അരാംകോ ഏഷ്യൻ ഉപഭോക്താക്കൾക്കായുള്ള സെപ്റ്റംബർ മാസത്തെ ക്രൂഡ് ഓയിൽ വില തുടർച്ചയായി 2ാം മാസവും വർദ്ധിപ്പിച്ചു. ആഗോള എണ്ണ ഉപഭോഗത്തിൽ നിർണായക സ്വാധീനമുള്ള ഏഷ്യൻ വിപണിയിൽ നിന്നുള്ള ശക്തമായ ഡിമാൻഡാണ് ഈ വില വർധനവിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. മിഡിൽ ഈസ്റ്റിലെ മറ്റ് എണ്ണ കയറ്റുമതിക്കാരായ രാജ്യങ്ങളും സൗദിയുടെ വിലയാണ് ഒരു മാനദണ്ഡമായി കണക്കാക്കാറുള്ളത്. എണ്ണ ഉൽപാദന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OPEC+ന്റെ ഉൽപാദന നിയന്ത്രണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ നിയന്ത്രണങ്ങൾ കാരണം സൗദി അറേബ്യയ്ക്ക് ഒരു പരിധിയിലധികം എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അതിനാൽ വില വർദ്ധിപ്പിച്ച വിപണിയിൽ തങ്ങളുടെ ലാഭം വർദ്ധിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു. സൗദി അറേബ്യയുടെ വില വർധനവ് കാരണം ചൈനയിലെ പ്രമുഖ എണ്ണ ശുദ്ധീകരണശാലകളായ സിനോപെക്, പെട്രോ ചൈന, ഷെൻഹോം പെട്രോ കെമിക്കൽ തുടങ്ങിയ കമ്പനികൾ സൗദിയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാനും തീരുമാനിച്ചു. ഉയർന്ന വില നൽകുന്നതിന് പകരം മറ്റ് വിതരണക്കാരെ തേടാനുള്ള സാധ്യതയും ഇവർ പരിഗണിക്കുന്നുണ്ട്. ചൈന, റഷ്യ, ഇറാഖ്, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. സൗദിയിൽ നിന്നുള്ള എണ്ണയുടെ വില കൂടിയതിനാൽ അവർക്ക് കൂടുതൽ ലാഭകരമായ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാനും കഴിയും.